സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ നാടിന്റെ സമര ചരിത്രത്തിൽ ഒരു വീരേതിഹാസം രചിച്ചവരാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നവർ. ഈ സമരം കേരളത്തിലെ മാത്രം ഉജ്ജ്വലമായ സമരമല്ല, നമ്മുടെ രാജ്യത്തിനകത്തു തന്നെ സമര ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിച്ചാൽ ഇത് അത്യുജ്വലമായ സമരമാണ് എന്ന് കാണാൻ നമുക്ക് കഴിയും. നമ്മുടേതുപോലൊരു രാജ്യം ഏറ്റവും ഉജ്ജ്വലമായ സമരം എന്ന നിലക്ക് കണ്ട ഒരു സമരം തീർച്ചയായും ലോകത്തിലെ അപൂർവതകളിൽ ഒന്നായി മാറുകയാണ്. ചില പ്രകോപനങ്ങൾ പോലീസിന്റെ ഭാഗത്തുണ്ടായെങ്കിലും നാം ഇവിടെ കേരളത്തിലെ ബഹുജനങ്ങളുടെ കരുത്ത് പ്രകടിപ്പിക്കാൻ വന്നവരാണ് എന്ന ഉത്തമ ബോധ്യത്തോടെ തന്നെ എല്ലാം സഹിച്ച് അച്ചടക്ക ബോധത്തോടെ സമരത്തിൽ പങ്കാളികളാകാൻ എല്ലാ സഖാക്കളും സുഹൃത്തുക്കളും തയ്യാറായി. മുഖ്യമന്ത്രിക്കെതിരെ സാധാരണ പോലീസ് അന്വേഷിച്ചാൽ ഉള്ള തെളിവുകൾ മാഞ്ഞു പോകും. മുഖ്യമന്ത്രിക്കെതിരെയുള്ള തെളിവുകൾ പുറത്തു വരണമെങ്കിൽ പ്രത്യേകമായ സാങ്കേതിക വൈദഗ്ധ്യമുള്ള അന്വേഷണം നടക്കണം. അത് ജുഡീഷ്യൽ അന്വേഷണത്തിന് മാത്രമേ സാധിക്കൂ. സമരത്തിൽ ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യത്തിന്റെ ഒരു ഭാഗം ഏകപക്ഷീയമായി അംഗീകരിക്കാൻ മുഖ്യമന്ത്രി അതുകൊണ്ട് നിർബന്ധിതമായിരിക്കുന്നു. ആ നിർബന്ധിതമായ സാഹചര്യത്തിൽ അദ്ദേഹം ഇന്ന് പരസ്യമായി പറഞ്ഞിരിക്കുന്നു, ജുഡീഷ്യൽ അന്വേഷണം സിറ്റിംഗ് ജഡ്ജിയെ വെച്ചുകൊണ്ട് നടത്താൻ സന്നദ്ധമാണ് എന്ന്. ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരാവശ്യമാണത്. ആ ആവശ്യം ഉമ്മൻചാണ്ടി അംഗീകരിച്ചു, ഗവൺമെന്റ് അംഗീകരിച്ചു. അത് അംഗീകരിപ്പിക്കുന്നതിന് ഇത്രത്തോളമുള്ള പ്രക്ഷോഭ നടപടികൾ നമുക്ക് വേണ്ടി വന്നു എന്നത് വേറൊരു കാര്യം. അങ്ങനെയെല്ലാമാണെങ്കിലും ആ അംഗീകരിച്ച നടപടിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഉയർത്തിയ ആവശ്യത്തിലെ ഒരു ഭാഗം മാത്രമേ നിങ്ങൾ ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ളൂ. ആ ഭാഗം ജുഡീഷ്യൽ അന്വേഷണം എന്നത് ഞങ്ങളതിനെ കുറച്ച് കാണുന്നില്ല. പക്ഷേ ജുഡീഷ്യൽ അന്വേഷണം നടക്കുമ്പോൾ ആ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ശരിയായ പ്രക്രിയക്ക് മറ്റ് തടസ്സങ്ങളില്ലാതിരിക്കാൻ ജനാധിപത്യ മര്യാദയും കീഴ്വഴക്കവും അനുസരിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം. അതാണ് മുഖ്യമന്ത്രിയുടെ രാജി എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ജുഡീഷ്യൽ അന്വേഷണം എന്ന LDFന്റെ ആവശ്യത്തിലെ ഒരു ഭാഗം അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രക്ഷോഭത്തിലെ ഒരു ഘട്ടം ഇവിടെ അവസാനിപ്പിക്കണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത് ഇപ്പോൾ നാം നടത്തിവരുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം ഇന്നത്തേതോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നാൽ ജുഡീഷ്യൽ അന്വേഷണം നേരിടുന്ന മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു യോജിപ്പുമില്ല. മുഖ്യമന്ത്രിയെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള, മുഖ്യമന്ത്രി പോകുന്നിടത്തെല്ലാം കരിക്കൊടി കാണിച്ചുകൊണ്ടുള്ള സമരമുറ ഞങ്ങൾ നേരത്തെ അംഗീകരിച്ചു വന്നിട്ടുണ്ട്. നേരത്തെ ഉള്ളതടക്കം തുടരുക തന്നെ ചെയ്യും. അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയെ ബഹിഷ്കരിക്കുന്ന നടപടി, മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്ന ജനാധിപത്യ മര്യാദയില്ലായ്മക്കെതിരെയാണ് കരിങ്കൊടി. അതുകൊണ്ടാണ് കരിങ്കൊടി കാണിക്കുന്നത്. ആ കരിങ്കൊടി കാണിക്കൽ എല്ലാം തുടരും. തുടർന്ന് പ്രക്ഷോഭം എങ്ങനെ വേണം എന്ന കാര്യം LDF-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിക്കുകയും ചെയ്യും. ഈ സമരം നമ്മുടെ നാടിന്റെ അപൂർവമായ സമരമാണ് എന്ന് എല്ലാ കാലത്തും തിരുവനന്തപുരം അന്തരീക്ഷം നമ്മുടെ എല്ലാ സഭാക്കളും കൂടി ഉണ്ടാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്തതായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ പ്രതിപക്ഷ നേതാവ് സദാ VS-നെ ക്ഷണിക്കുന്നു.